എല്ലാവരുടെയും ജീവന് അവൻ ഹാനി വരുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടു നിൽക്കുമ്പോൾ പൗലോസ് അവിടെ ധൈര്യപ്പെടുത്തുകയാണ്. അതിന്റെ ക്യാപ്റ്റനെ ധൈര്യപ്പെടുത്തുകയാണ്. നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതിലുള്ള ജനത്തോട് ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ സേവിക്കുന്ന ദൈവം എന്നോട് അരുളി ചെയ്തിരിക്കുകയാണ്. അവൻ രാത്രിയിൽ എന്നോട് അരുളി ചെയ്തു, എന്നോട് സംസാരിക്കാനിടയായി നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടവനാകുന്നു. തനിക്ക് അവൻ ദൈവം ഒരു ശുശ്രൂഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അവൻ നിവർത്തിക്കേണ്ടത് ആവശ്യമാകുന്നുവെന്ന് പൗലോസിന് വ്യക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും അവൻ പൗലോസ് പറയുകയാണ്, ഞാൻ ഭാരപ്പെടുകയില്ല, ഞാൻ ചങ്ങലയിലായിരിക്കണമെങ്കിലും ഞാൻ നിരാശപ്പെടുകയില്ല. കാരണം ഈ ദൈവവചന നിമിത്തമാണ് ഞാൻ ഈ ബന്ധനത്തിലായിരിക്കുന്നത്. ദൈവവചന നിമിത്തമാണ് ഞാൻ ഇരുട്ടറയിൽ അകപ്പെട്ടിരിക്കുന്നത്. ദൈവവചനത്തിന് ബന്ധനമില്ല. താൻ പ്രസംഗിച്ച ദൈവവചന നിമിത്തം താൻ കാരാഗൃഹത്തിന്റെ അവൻ ഇരുട്ടറകളിലായിരിക്കുന്നുവെങ്കിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുവെങ്കിലും ബന്ധനമില്ലാത്ത ഒരു ദൈവവചനമുണ്ട്. ആ ദൈവവചനം എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് വളരെ വ്യക്തമായി ഉറപ്പോട് അവൻ പൗലോസ് വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ അറിയണം, ഹല്ലേലൂയ, നാം വിശ്വസിക്കുന്ന ഈ വചനത്തിന് ബന്ധനമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിന് ബന്ധനമല്ല. അവൻ ബന്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക്, പ്രൈസ് ദി ലോർഡ്, ചങ്ങലയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ഹല്ലേലൂയ അവന്റെ സമയം അവനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സ്ഥലപരിതമായി അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്ഥലമോ സമയമോ അവൻ കാലങ്ങളോ ഒന്നും ബന്ധിക്കപ്പെടാതിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സമയത്തിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതല്ല ദൈവത്തിന്റെ വചനം. അവൻ കാലവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതല്ല ദൈവത്തിന്റെ വചനം. ഒരു പ്രത്യേകമായ സ്ഥലവുമായി ബന്ധിക്കപ്പെട്ട് നിൽക്കുന്നതല്ല ദൈവത്തിന്റെ വചനം. സമയത്തിന് അതീതമായി സഞ്ചരിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അവൻ സമയത്തിന് അതീതമായി, കാലത്തിന് അതീതമായി, സ്ഥലത്തിന് അതീതമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് അവൻ വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതല് കാലങ്ങൾക്ക് അതീതമായി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാകും. അവൻ സമയത്തിന് അതീതമായി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാകും. സ്ഥലപരിധിയില്ലാതെ അവന്റെ വചനം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാകും. ദൈവത്തിന്റെ വചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമുക്കറിയാം, സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് കാരാഗൃഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ അവൻ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിന് വേണ്ടി മറു സൈഡിൽ ദൂരെ മാറിയിരുന്നുകൊണ്ട് അവൻ ഹല്ലേലൂയ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? സഭ ഇവിടെ പ്രാർത്ഥിക്കുന്നു, അങ്ങ് ദൂരെ പത്രോസ് കാരാഗൃഹത്തിൽ ബന്ധനത്തിലായിരിക്കുകയാണ്. അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിന്റെ അടുക്കലേക്ക് അവൻ ഹല്ലേലൂയ ദൈവം എന്ന ദൂതനെ അയച്ച് അവനെ വിടുവിച്ച് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനിടയായി. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പത്രോസ് അവിടെ വന്ന് കഥകിൽ മുട്ടുകയാണ്. അവർ കഥകൾ തുറന്നു നോക്കുമ്പോൾ ഇതാ തങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടി അവരുടെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂരെ ആയിരുന്നുവെങ്കിലും അവരുടെ പ്രാർത്ഥനാ വിഷയം അങ്ങ് ദൂരെയായിരുന്നുവെങ്കിലും ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥനയുടെ അവൻ മറുപടി അവരുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവൻ സ്ഥലകാലങ്ങൾക്ക് അവൻ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ മുമ്പിലേക്ക് പ്രാർത്ഥനയുടെ മറുപടിയെ കൊണ്ടുവന്ന് നിർത്തുവാനിടയായെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് അവൻ ഹല്ലേലൂയ സ്ഥലം ഒരു പരിധിയില്ല. അവൻ സ്ഥലപരിമിതി കൊണ്ട് ഒതുക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം അതേ മരുഭൂമിയിൽ കൂടെ അത് സഞ്ചരിച്ചു പോകുന്ന വേളയിൽ അവന്റെ ജീവിതത്തിൽ അവൻ ആഹാരമില്ലാതെ ഭക്ഷണമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ഇറച്ചിയിലുള്ള അവർ ആഗ്രഹിച്ചു. മരുഭൂമിയിൽ നിന്ന് മിസ്രയീമിലായിരുന്നുവെങ്കിൽ അവർ ആഗ്രഹിക്കുകയാണ്, മിസ്രയീമിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ധാരാളമായി ഭക്ഷിക്കുവാൻ